അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ബുറൈദ ടു റിയാദ് ട്രിപ്പ് പോവാണ്. ഞങ്ങളുടെ ഒരു ഫാമിലി ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾക്ക് നേരെ പോവാം. റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തുട്ടോ മലയാളി റെസ്റ്റോറൻറ്റിൽ. പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മുടെ യാത്ര പിന്നെയും തുടരാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ മരുഭൂമിയാണ് ഫുള്ള്. നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് ഗൈസ്. നമ്മുടെ ഹോട്ടലിൽ എത്താറേ കേട്ടോ. നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ ഈ ഹോട്ടൽ കമ്മത്തിലാണ് കയറുന്നത്. മജ്മ കേട്ടോ സ്ഥലം. റിയാദ് തന്നെ കുറേ ഉണ്ട് മലയാളി റെസ്റ്റോറൻ്റ് ആട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. ഇവിടെ ചട്ടണി ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്, പിന്നെ നമ്മുടെ ദോശയും ഉഴുന്നുവടയും ഉണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പോൾ ഞാൻ അതന്നെ ഓർഡർ ചെയ്തിരിക്കണം. ഇവരൊക്കെ പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തിരിക്കണം കേട്ടോ. ഇവിടെ സൈഡിൽ കുറച്ച് ചട്ടണി ഉണ്ട്, പിന്നെ നമ്മുടെ 2 ഉഴുന്നുവട ഉണ്ട്, പിന്നെ ഒരു ചമ്മന്തി ഉണ്ട്, പിന്നെ നമ്മുടെ ദോശ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഗൈസ്, ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുക ചെയ്തത്, കാരണം ആൾക്കാരെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര നാണക്കേടാ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് നിൽക്കണത്. നല്ല രസമുണ്ടായിരുന്നു എന്തായാലും ഫുഡ്. മജ്മ മലയാളി റെസ്റ്റോറൻറ്റിലാട്ടോ ഞങ്ങൾ കയറിയിട്ടുള്ളത്. എന്തായാലും നല്ല ചീപ്പ് റേറ്റിൽ നമുക്ക് ഫുഡും കഴിക്കാൻ പറ്റും. അപ്പോൾ വയറും നിറയും മനസ്സൊക്കെ നിറയും കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഫുഡാണ് അവിടെ കിട്ടണത്. അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് പൊറാട്ട കേട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുക കേട്ടോ. ഗൈസ്, ഞങ്ങൾ പോണ വഴിയിൽ സോ മെനി ബിൽഡിങ്സ് ആണ് കേട്ടോ. എന്താണ് ഒരു ലോഡ് അടിപൊളി നല്ല സൂപ്പർബായിട്ടുള്ള കുറേ ബിൽഡിങ്സുകൾ ഉണ്ടായിരുന്നു. ഓരോ ടൈപ്പ് മോഡലാണ്. നല്ല ക്ലാസിക് വർക്കൊക്കെ പോലത്തെ അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ സിറ്റി റോഡിൽ കൂടെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ റിയാദാട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരു കുറച്ചും കൂടി ഉള്ളു തോന്നുന്നു പോവാൻ. ഗൈസ്, റിയാദ് മെട്രോ ഒക്കെ കേട്ടോ. ഞാനെൻ്റെ ബുറൈദ ടു ബഹ്റൈൻ ട്രിപ്പിലും മെട്രോ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. ഗൈസ്, എത്താറേ കേട്ടോ. ഇപ്പം നമ്മൾ അൽറാജി മോസ്കിൻ്റെ അവിടെ എത്തിക്കണം കേട്ടോ. നമുക്കിനി 6 കിലോമീറ്ററും കൂടെ ഉള്ളു കേട്ടോ. നമ്മളപ്പോൾ ഇവിടെ എത്തിക്കണം കേട്ടോ ഗൈസ്. നമ്മളിനി ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കറങ്ങാൻ പോണതൊക്കെ എന്തായാലും വരും. അപ്പൊ ഗൈസ്, ഞങ്ങൾ റൂമിലേക്കൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ. ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി ആയിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി ഇവിടെ റിയാദില് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് മേക്കപ്പൊക്കെ ചെയ്തേക്കണോ. വന്നപ്പോൾ മേക്കപ്പൊക്കെ പോയായിരുന്നു ഫുഡൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഒന്നും കൂടി മേക്കപ്പ് ഇട്ടാട്ടോ. അപ്പൊ ഗൈസ്, നമ്മൾ ഇവിടെ റിയാദിലുള്ള ബോളിവുഡ് സിറ്റിയിലേക്കാട്ടോ വന്നിക്കണം. അപ്പൊ നമുക്ക് അവിടെ കാണാം. ഗൈസ്, ഇതൊരു മോള് പോലെയുള്ള സെറ്റപ്പിൽ ഇതിൻ്റെ ഉള്ളിലാട്ടോ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ഉള്ളത്. ഗൈസ്, നമുക്ക് ഇത് കൂടെ സ്കാൻ ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളിൽ കടക്കാൻ. ഗൈസ്, ഇതൊരു വലുതാട്ടോ. കുറേ ഷാർക്കിൻ്റെ ഒക്കെ ഡോളുകളുണ്ട് കേട്ടോ. ഒരു ഗെയിമാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ കോയിൻസ് ഇട്ടിട്ട് ഇങ്ങനെ എടുക്കണ ഗെയിമാണ്. വലിയ ഷാർക്കിൻ്റെ ഡോളാണ്. ഒരു യോയോസ് പറഞ്ഞിട്ടുള്ള ഡോൾ മാത്രമുള്ള ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ഡോളല്ല, ബാഗും അങ്ങനത്തെയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഊതിൻ്റെയും പിന്നെ ഫോൺ കവേഴ്സ് അങ്ങനത്തെ ഐറ്റംസിൻ്റെ പിന്നെ ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്പുകളാണ് കേട്ടോ. ഈ ഭാഗത്ത് കുറച്ച് കഫേ പോലെയുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്തന്നെ കഫേൻ്റെ തൊട്ടിപ്പുറത്തന്നെ ഒരു ഡോഗിൻ്റെ ഒരു പ്രതിമ ഉണ്ട്, സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഫേസ് പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്പോസിറ്റും കുറേ ഡ്രസ്സുകളുടെ ഷോപ്പ് ഉണ്ട് കേട്ടോ. ശരിക്കും ഒരു ചൈന ലുക്കാട്ടോ. ഫുള്ള് ഇത് കുറേ ഉണ്ട്, ലോങ് ആട്ടോ. ഇതുണ്ടോ, ഇവിടെ കുറേ ഇങ്ങനെ സ്റ്റാച്യൂസ് പോലെ വരെ നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. ഇങ്ങനെ ഇവര് നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ ഫോട്ടോസ് കാണിക്കുമ്പോൾ അതേപോലെ ചെയ്ത് തരുന്നുണ്ടോ. ഇവിടെയൊക്കെ ഫുള്ള് കഫേസ് ആട്ടോ. ഇവിടെ ഒരു ക്യൂട്ടായിട്ടുള്ള ഡോഗ് ഉണ്ട് കേട്ടോ.
സൗദി ഫൗണ്ടിങ് ഡേ ആണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് ഇവിടെ എല്ലാവരും അറബിക് നൈറ്റിൻ്റെ പോലത്തെ ഡ്രസ്സാട്ടോ വെയർ ചെയ്യണത്. ഇവിടെ ഇതൊരു ഇങ്ങനെ മുകളിൽ കയറി ഇരിക്കാൻ പറ്റിയൊരു സംഭവമാട്ടോ. ഇങ്ങനെ കോണിയൊക്കെ ഉണ്ട്. ഇത് അപ്പുറത്താണ്. ഇപ്പം ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നുകൊണ്ടാണ് കോണിയൊന്നും കാണാത്തത്. ഇവിടെ ഉണ്ടോ ഇങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ ഇത് നോക്കണതൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് ഇതിന്റെ കസിനാട്ടോ. ഹലോ ഗൈസ്, അതിന്റെ പേരെന്താണ്? യൂട്യൂബിൽ ഗ്ലോസി ഹയ. ഗ്ലോസി ഹയ. ഗ്ലോസി ഹയ. അങ്ങനെ ഗ്ലോസി ഹയയുടെ യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ് സൗദി ഫൗണ്ടിങ് ഡേന്റെ ആൾക്കാരാട്ടോ വരുന്നത്. ഗൈസ് ഇത് കണ്ട ഒരു ബേബി ബോയ് ഇങ്ങനെ ഫൗണ്ടേഷൻ ഡേ സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നു. അപ്പൊ ഗൈസ് ഡാൻസിങ് വാട്ടർ കേട്ടോ. ബ്യൂട്ടിഫുൾ എലിഫന്റ് സ്റ്റാച്ചു കേട്ടോ. ഗൈസ് ഏകദേശം ഒരു രാത്രി ആവാറിയിരിക്കണം. അതുകൊണ്ട് ഇപ്പൊ നല്ല രസമുണ്ട് കാണാന്. ഇതുണ്ടോ ഹംദാനും ഷഹബാസും ഷബീം ഇവിടെ ഇങ്ങനെ ഇതുണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് ഇങ്ങനെ അവിടെ പോയി നിൽക്കുക. സോ ഫണ്ണി. ഞാനും കൂടി കയറിയിട്ടുള്ള ഇവിടെ അങ്ങനെ ബോക്സിങ്ങിന്റെ എന്തൊക്കെ ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പാണ്. പിന്നെ ഇവിടെ ഷൂവിൻ്റെ ഷോപ്പും ഇതവിടെ നമ്മളിങ്ങനെ ഗെയിം പോലെ വന്ന സമയത്ത് ഷാർക്കിൻ്റെ ഉണ്ടല്ലോ അതേപോലെ ഒരു മങ്കീസിൻ്റെ എന്തോ ഡോളാട്ടോ. കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ഇവിടെ ഓരോരോ ഗെയിംസുകൾ ബോൾ എറിഞ്ഞിട്ട് ഗ്ലാസ്സിന് നോക്കി ആ ഡോളുകൾ കിട്ടും കേട്ടോ. അതേപോലെ ഇവിടെയൊക്കെ ഓരോരോ ഗെയിംസുകളുണ്ട്. ബോളിവുഡ് സ്റ്റുഡിയോ ഗൈസ്. ഇവിടുന്ന് അങ്ങോട്ടാണ് ശരിക്കുള്ളത് തുടങ്ങണത് കേട്ടോ. നല്ലൊരു തീമിലുള്ള ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടേക്ക് ഇങ്ങനെ ഓരോരോ ഗെയിംസുകളാണ്. എന്തൊരു മറ്റേ ഡക്ലിൻ്റെ എന്തൊക്കെയുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഗെയിംസുകളൊക്കെ തന്നെയാണ്. ഓരോരോ ടൈപ്പ് ഗെയിംസുകൾ കളിച്ച ഇങ്ങനത്തെ ഡോൾസ് കിട്ടും കേട്ടോ. നമുക്ക് കളിക്കണം എന്നാലേ കിട്ടുള്ളൂ. തോറ്റ പൈസ പോകും, ജയിച്ച നമുക്ക് ആ സമ്മാനം കിട്ടും കേട്ടോ. ക്യൂഡ് ഗെയിമിൻ്റെ ഒക്കെ അങ്ങനെ നമ്മുടെ PS5 കാണുന്ന പോലത്തെ ഐറ്റംസ് ഒക്കെ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ അതേപോലെ തന്നെ പബ്ജിയുടെ തന്നെ ഹൊറർ ഹൗസ് ഉണ്ട് കേട്ടോ. ഇതൊരു ചിമ്പാൻസിയുടെ സ്റ്റാച്ചു കേട്ടോ. വെറുതെ കാലും അടി അങ്ങനെ നടന്നിട്ട് കൊറേ ഇല്ല ഇങ്ങനെ നടക്കണം. ഗൈസ് നമുക്ക് ഈ ഇതിൻ്റെ നിന്ന് ബലൂണൊക്കെ ഇട്ടേക്കണം കേട്ടോ. അതാ മോളിൽ കണ്ടോ ഇങ്ങനെ ഈ സ്റ്റെപ്പ് കൂടെ കയറി അവിടുത്തെ ഫുൾ വ്യൂ കാണും കേട്ടോ. ഇവിടെ വലിയ ഒരു ഫൗണ്ടെയിൻ ഉണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിക്കണു. നല്ല രസമുണ്ട്. ഞങ്ങളിവിടെ കറങ്ങി അടിച്ചിട്ട് ഇനി പോവാട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ കുറേ ബിൽഡിങ്ങുകൾ കാണാനുണ്ട് കേട്ടോ. ഇവിടുന്ന് സിറ്റിയിലത്തെ ബിൽഡിങ്ങുകളാണ് ഇവിടുന്ന് കാണുന്നത്. നല്ല രസം. ഗൈസ് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് റൊമാൻസിയ പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കാട്ടോ കയറിന്. ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഇതാട്ടോ റൊമാൻസിയ റെസ്റ്റോറൻറ്റ്. ഒരു ഓൾഡ് പോലത്തെ ഉണ്ട്.
അപ്പോൾ ഗൈസ് ഞങ്ങൾ കുറേ റൈസുകൾ ഓർഡർ ചെയ്തിരുന്നു. മധുബൂത്തും പിന്നെ പെഷ്വ റൈസും പിന്നെ ബുഹാരി റൈസും അങ്ങനത്തെ കുറേ റൈസുകൾ. ഞങ്ങൾ കുറേ ആൾക്കാരാണ്. ഞങ്ങൾ 3 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ കുറേ ആൾക്കാരാണ് മിക്സറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഷവായും ചിക്കനും എല്ലൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അവിടെ ഇരുന്ന് കാണിച്ചൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കോളിവാർഡിൽ നിന്നൊക്കെ എത്തിയിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൽ എത്തിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.